കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം നമ്മുടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷാലെ കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അഗ്നിബാധയാൽ മരണമടഞ്ഞ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം നമുക്കറിയാം. ന്യായാധിപനും പ്രവാചകനുമായിരുന്ന ശമൂവേലിനെ ദൈവം ഇശായിയുടെ ഭവനത്തിലേക്ക് അയക്കുന്നു. അയച്ചത് രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാണ്. ഈ പ്രത്യേക ചടങ്ങിൽ ഇശായിയുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളും ഉണ്ട്. പക്ഷേ ഇളയവനായ ദാവീദിനെ വിളിച്ചിട്ടില്ല. മറ്റ് ശ്രേഷ്ഠരായ അതിഥികളൊക്കെ അവിടെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അനേക വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്ന പോലെ തന്നെ ഈ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന വിരുന്നിലും അതിഥികളായി പലരും വന്നിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിൽ ഇളയവനെ അവരറിയിച്ചിട്ടില്ല. ഇശായിയുടെ പുത്രന്മാരെ ഓരോരുത്തരെ ശമൂവേലിന്റെ മുമ്പിലൂടെ കടത്തിവിടുന്നു. ദൈവം പറയുന്നു, ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല. എന്നാൽ ഏതൊരു പിതാവാണെങ്കിലും പറയണമായിരുന്നു, എനിക്ക് ഇനി ഒരു മകൻ കൂടെ ഉണ്ട് എന്ന്. എന്നാൽ ഈ പിതാവ് പറയുന്നില്ല. എന്നാൽ പിതാവ് പറയാതിരിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ മാതാവ് ഓർമ്മപ്പെടുത്തും, ഇളയ ചെറുക്കൻ്റെ കാര്യം ഒന്ന് പറയാൻ. എന്നാൽ അമ്മയും ആ കാര്യം പറയുന്നില്ല. ഒടുവിൽ ശമൂവേൽ ചോദിക്കുകയാണ്, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവഗണിച്ച ഇടത്ത് ലഭിച്ച പരിഗണനയാണ് നാം മനസ്സിലാക്കുന്നത്. ദാവീദിനെ ഇവിടെ അവഗണിച്ചു, എന്നാൽ അവിടെ ദൈവം അവനെ പരിഗണിച്ചു. നാം മനസ്സിലാക്കുന്ന പോലെ ശമൂവേൽ പറയുന്നു, അവൻ വരാതെ ഇവിടെ പന്തിക്കിരിക്കയില്ല. അവനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്താം എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ അവനെ അവഗണിച്ചെടുത്താണ് ദൈവം അവനെ പരിഗണിച്ചത്. അതുകൊണ്ടാണ് ഒരിക്കൽ ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു. എവിടെയാണ് ദാവീദിനെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചത്? ഇന്നത്തെ കാലത്ത് നടക്കുന്ന പോലെ ജനിച്ചപ്പോൾ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോയതല്ല, വളർന്നപ്പോൾ ഉപേക്ഷിച്ചതുമല്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ രാജവിരുന്ന് നടക്കുമ്പോൾ, രാജാഭിഷേകം നടക്കുമ്പോൾ, ഏത് വീടായിരുന്നാലും ഇളയ മകനെ വിളിക്കേണ്ടതായിരുന്നു. അവനെ പരിഗണിക്കേണ്ടതാണ്. അവനെ അവഗണിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ഈ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അവനെ അവഗണിച്ചു. എന്നാൽ ദൈവം അവനെ അവിടെ പരിഗണിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ശേഷം
നമുക്ക് പലയിടങ്ങളിലും അവഗണന ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മെ പരിഗണിച്ച ദൈവത്തിൻ്റെ കരം, അവൻ്റെ വിശ്വസ്ത എത്ര വലുതെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയട്ടെ. എവിടെയെങ്കിലും അവഗണന നമുക്ക് ലഭിച്ചെങ്കിൽ നാം ഓർക്കുക, അവിടെ തന്നെ ദൈവം നമ്മെ പരിഗണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അവഗണിച്ച ഇടങ്ങളിൽ, അവഗണിക്കപ്പെട്ട ഇടങ്ങളിൽ നീ ഞങ്ങളെ പരിഗണിച്ച് നടത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.